ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളുണ്ട്. ഈ 27 നക്ഷത്രങ്ങൾക്കും ഭാഗ്യ നമ്പറുകളുണ്ട്, എന്ന് വെച്ചാൽ ഭാഗ്യസംഖ്യകളുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യ നിറങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഈ സംഖ്യ നമുക്ക് വളരെ പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ലക്കി നമ്പറാണിത്. ഈ ഒരു വ്യക്തിയുടെ ഭാഗ്യങ്ങൾ വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. ഓരോ ജന്മനക്ഷത്രങ്ങൾക്കും ഓരോ ലക്കി നമ്പറുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് അശ്വതി മുതൽ 27 നക്ഷത്രങ്ങളുടെയും ഭാഗ്യസംഖ്യ ഏതെന്ന് നോക്കാം. അശ്വതി നക്ഷത്രങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 7 ആണ്. അവരുടെ ഭാഗ്യ നിറമെന്ന് പറയുന്നത് ചുമപ്പാണ്. ഇനിയും നമുക്ക് ഭരണി നാളുകാരുടെ ഭാഗ്യസംഖ്യ നോക്കാം. അവരുടെ ഭരണി നാളുകാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 9ആണ്. ഇവരുടെ അനുകൂലമായ നിറം ചുമപ്പും വെള്ളയുമാണ്, അതുപോലെ തന്നെ ഇളനീലയുമാണ്. ഇതവർക്ക് അനുകൂലമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇനിയും പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയെക്കുറിച്ചാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 1ആണ്. അവരുടെ ഭാഗ്യ നിറം ചുമപ്പും കാവി കളറുമാണ്. പിന്നെ നമുക്കിനിയും പറയാം രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യ നിറം വെള്ളയും ചന്ദന നിറവുമാണ്. അതുപോലെ തന്നെ അവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 2ആണ്. ഇത് ഇവരുടെ ഏത് നല്ല കാര്യങ്ങൾക്കും ഈ സംഖ്യ ഉപയോഗിക്കാം. മകയിരം, അതുപോലെ തന്നെ പറയാൻ പോകുന്ന മകയിരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 9ആണ്. ഇത് അവർക്ക് അനുകൂലമായ സംഖ്യയാണ്. ഇവരുടെ ഭാഗ്യ നിറം വെള്ളയും ചുമപ്പും നിറവുമാണ്. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ കുറിച്ച് പറയാം. തിരുവാതിര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 4ആണ്. എല്ലാ നമ്മുടേതായിട്ടുള്ള കാര്യമായിട്ടുള്ള കാര്യങ്ങൾക്കും ഈ 4 പറയുന്ന അക്കം നമുക്ക് ഉപയോഗിക്കാം. ഇവരുടെ ഭാഗ്യ നിറം ചുമപ്പ്, കറുപ്പ്, വെളുത്ത കളർ ഇവയാണ്. ഇനി പുണർദം നക്ഷത്രക്കാരെക്കുറിച്ച് പറയാം. പുണർദം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 3ആണ്. ഇവരുടെ അനുകൂലമായ കളർ മഞ്ഞ, ക്രീം കളർ, പച്ച ഇവയാണ് ഇവർക്ക് അനുയോജ്യമായ കളർ. ഇനിയും പൂയം നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 8ആണ്. ഭാഗ്യകരമായ ഏത് കാര്യങ്ങൾക്ക് ഈ സംഖ്യ ഉപയോഗിക്കാം. ഇവർക്ക് അനുയോജ്യമായ കളറ് നീല, കറുപ്പ്, വെളുപ്പ് ഇവയാണ് ഇവരുടെ ഭാഗ്യ കളർ. ആയില്യം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് ഏതെന്ന് നോക്കാം. ആയില്യം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 5ആണ്. ഏത് അനുകൂലമായ കാര്യങ്ങൾക്കും ഈ 5 എന്ന സംഖ്യ അവർക്ക് ഉപയോഗിക്കാം. ഇവരുടെ ഭാഗ്യ നിറം പച്ച, വെള്ള ഈ നിറങ്ങൾ ഭാഗ്യനിറമായി കണക്കാക്കുന്നു. ഇനി മകൻ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 7ആണ്. ഇവരുടെ ഏത് നല്ല കാര്യങ്ങൾക്കും ഈ സംഖ്യ ഉപയോഗിക്കാം. ഇവരുടെ ഭാഗ്യനിറം ചുമപ്പ്, നീല ഇവയാണ് ഇവരുടെ ഭാഗ്യനിറം. ഇനി പൂരം നക്ഷത്ര നാളുകാരുടെ ഭാഗ്യസംഖ്യ 9ആണ്. ഭാഗ്യനിറം ചുമപ്പ്, വെള്ള, ഇളം നീല ഇവയാണ് ഇവരുടെ ഭാഗ്യ നിറങ്ങൾ. ഇത് ഇവർക്ക് അനുയോജ്യമാകുന്ന കളറുകളാണ്. ഇനി ഉത്ര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ പറയാം. ഉത്ര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 1ആണ്. ഇവരുടെ വസ്ത്രങ്ങളുടെ ഭാഗ്യ നിറമെന്ന് പറയുന്നത് ചുമപ്പ്, പച്ച, കാവി നിറങ്ങളാണ്. ഇവർക്ക് ഇത് അനുയോജ്യമായ കളറുകളാണ്. ഇനി അത്തം നക്ഷത്രത്തിൻ്റെ കളറ് വെള്ള, പച്ച ഈ നിറങ്ങൾ അനുകൂലമായ കളറാണ്. ഇവരുടെ ഭാഗ്യസംഖ്യ 2ആണ്. ഇനി ചിത്തിര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏതെന്ന് നമുക്ക് നോക്കാം. ഇവരുടെ ഭാഗ്യസംഖ്യ 9ആണ്. ഭാഗ്യ നിറം പച്ചയും വെള്ളയും ചുമപ്പും നീലയും ഇവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവരുടെ ഭാഗ്യ നിറങ്ങളാണിത്. ഇനി ചോതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 4ആണ്. ഇവരുടെ അനുകൂലമായി ഇവരുടെ കളറ് കറുപ്പ്, വെളുപ്പ്, ഇളം നീല ഇവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അനുയോജ്യമായ കളറാണ്. ഇനി വിശാഖ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 3ആണ്. ഭാഗ്യ ദിവസവും അവർക്ക് വിശാഖക്കാർക്ക് വ്യാഴാഴ്ചയാണ്. അവർ വ്യാഴത്തിലാണ് അവർ ജനനം. ഭാഗ്യ നിറങ്ങളെന്ന് പറഞ്ഞാൽ മഞ്ഞ, ക്രീം കളറ് ഇവയൊക്കെയാണ് ഇവർക്ക് അനുയോജ്യമായ കളറുകൾ. ഇനി അനിഴം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ആണ് നമ്മളിനിയും പറയാൻ പോകുന്നത്. ഇവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 8ആണ്. ഇവരുടെ ഭാഗ്യ നിറമെന്ന് പറയുന്നത് സ്വർണ്ണ കളറിലുള്ള വസ്ത്രങ്ങളാണ് ഇവർക്ക് ഭാഗ്യ കളറായിട്ട് ഉപയോഗിക്കാവുന്നത്. ഇനി തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 5ആണ്. ഇതാണ് അവരുടെ ഭാഗ്യസംഖ്യ. ഇവരുടെ ഭാഗ്യ കളറ് പച്ചയും ചുവപ്പും നിറങ്ങളുമാണ് ഇവരുടെ കളറ്. മൂലം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 7ആണ്. ഇവരുടെ ഭാഗ്യ കളർ ചുമപ്പും മഞ്ഞയുമാണ്. ഇത് ഇവർക്ക് അനുകൂലമായ കളറാണ്.
ഇതെല്ലാം ഇവരുടെ ഏത് അനുകൂലമായ സാഹചര്യത്തിലും ഇവർക്ക് ഇത് അനുയോജ്യമായ കളറാണ്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗ്യസംഖ്യ എന്ന് ഞാൻ പറഞ്ഞല്ലോ 7 അവർക്ക് എന്ത് കാര്യങ്ങൾക്കും ഈ 7 സംഖ്യ ഉപയോഗിക്കാവുന്നതാണ്. പൂരാടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 6 ഈ 6 സംഖ്യ ഏത് കാര്യങ്ങൾക്കും ഇവർക്ക് ഉപയോഗിക്കാം. ഇവരുടെ ഭാഗ്യനിറം എന്ന് പറയുന്നത് വെള്ള, മഞ്ഞ ഇവയാണ് ഇവരുടെ ഭാഗ്യ കളറ്. ഇനി ഉത്രാടം നക്ഷത്രക്കാർ ഇവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 1 ഇവരുടെ ഭാഗ്യ കളർ എന്ന് പറയുന്നത് മഞ്ഞയും കറുപ്പ് നീല ഇവയാണ്. ഇനി തിരുവോണം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 2 ഇവരുടെ ഭാഗ്യനിറം വെളുപ്പ് കറുപ്പ് ഇതാണ് ഇവർക്ക് അനുയോജ്യമായ കളറ്. ഇനി അവിട്ടം നക്ഷത്രക്കാരുടെ കാര്യമാണ്. ഇവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 9 ഇവരുടെ ഭാഗ്യ കളറെന്ന് പറയുന്നത് ചുമപ്പ്. ഇവർക്ക് അനുയോജ്യമായ കളറെന്ന് പറയുന്നത് ചുമപ്പ് നീല കറുപ്പ് ഇവരുടെ ഭാഗ്യനിറങ്ങളാണ്. അതുപോലെ തന്നെ ചതയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 4 ഇവരുടെ ഭാഗ്യനിറമെന്ന് പറയുന്നത് ഇവർക്ക് ഉപയോഗിക്കാവുന്ന നിറം എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. ഇവരുടെ ഭാഗ്യനിറവും അനുയോജ്യമായ കളറും ഇതാണ്. പൂരുരുട്ടാതി ഇനി അടുത്തത് പുരുട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 3 ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. അവർ വ്യാഴത്തിലാണ് ജനിക്കുന്നത്. ഭാഗ്യനിറം മഞ്ഞയും കറുപ്പും നീലയുമാണ് ഇവയാണ് ഇവർക്ക് അനുയോജ്യമായ കളറുകൾ. ഇനി ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 8 ഈ 8 പറയുന്ന സംഖ്യ അവർക്ക് ഏത് കാര്യത്തിനും ഉപയോഗിക്കാം. ഇവരുടെ ഭാഗ്യ കളറെന്ന് പറയുന്നത് മഞ്ഞ നിറമാണ് ഇവർക്ക് അനുയോജ്യമായ കളറ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രേവതി നക്ഷത്രക്കാരെ കുറിച്ചാണ്. രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 5 ഇവരുടെ ഭാഗ്യസംഖ്യ 5 ഇവരുടെ ഭാഗ്യ കളറെന്ന് പറയുന്നത് പച്ചയും മഞ്ഞയുമാണ്. ഇത് നമുക്ക് നമ്മുടെ അനുയോജ്യമായ കളറും അനുയോജ്യമായ നമ്മുടെ ലക്കി നമ്പരുമാണ്. ഈ നമ്പറുകൾ നമുക്ക് ഏത് കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ഷൻ വേണ്ടി ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് എല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഈ നമ്പറുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്പറാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.